പലപ്പോഴും നല്ല ഹൈലി മോട്ടിവേറ്റഡ് ആകുമ്പോൾ ഒരു ചിത്രം വരക്കും, പിന്നെ അത് വിടും. പിന്നെ നെക്സ്റ്റ് ടൈം മോട്ടിവേഷൻ ചിലപ്പോൾ വരിക ചിലപ്പോൾ 6 മാസം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. വരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചു, റൂമിൽ ഒരു പ്രത്യേക സ്ഥലം. അവിടെ ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് വരക്കാനുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. മൊബൈല് ഞാൻ വന്ന് വരക്കുന്ന സമയത്ത് മൊബൈല് സ്വിച്ച് ഓഫ് അല്ല, പക്ഷെ ഞാൻ മൊബൈൽ സൈലന്റ് ആക്കിയിട്ട് അവിടെ വെക്കും, പിന്നെ അത് നോക്കുമല്ലോ. രണ്ട് തരത്തിലൊരു ചിത്രം കംപ്ലീറ്റ് ആക്കാം. നമ്മുടെ കോഴ്സിൽ പറയുന്ന പോലെ തന്നെ ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ എന്ന് പറഞ്ഞിട്ട് 3 ലെയർ 4 ലെയറിൽ ചിത്രം ഒരുമിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ പോർഷൻ ബൈ പോർഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പലപ്പോഴും റീലിസം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേരും ചെയ്യുന്ന പരിപാടി ആർട്ട് എക്സിബിഷൻ നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുക എന്നുള്ളത് പണ്ട് ചെറുപ്പത്തിലുള്ള ആഗ്രഹം. ഞാൻ ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞു, ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ആർട്ട് പഠിക്കാനുള്ള ഒരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫീസ് വരുന്നത് 4,15,000 ഫീസ് വരുന്നത്. ഞാൻ മുമ്പ് ഇപ്പോൾ വരച്ചുകൊണ്ടിരുന്ന വർഷത്തിൽ 1-2 ചിത്രം വരച്ചിരുന്ന ഞാൻ ഇപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് എന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടും അല്ലാത്ത രീതിയിൽ മോട്ടിവേഷൻ ചെയ്യാനുള്ള ഒരു പ്രധാന ഘടകം ഈ ആർട്ടിസ്റ്റ് വെൽനസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളാണ്. അത് കേട്ടതിൽ പിന്നെ ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ആദ്യം ചെയ്ത കാര്യം ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പെയിൻഫുൾ ആണ്. ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ലൈഫ് ടൈം ഗോളൊക്കെയാണ് എക്സിബിഷൻ. ഞാൻ പറയുന്നത് അത്ര വലിയ കാര്യത്തിൽ പൊക്കി വെക്കേണ്ട കാര്യം ഇല്ല. എക്സിബിഷൻ വളരെ സിമ്പിളാണ് അതിൻ്റെ പ്രോസസ്സ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അത്തരത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ഇൻ്റർവ്യൂ സെഷനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾക്കിടയിൽ നിന്നും ഒരാളാണ് നമ്മുടെ അടുത്തേക്ക് ഒരു സ്റ്റുഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അവരെടുത്ത ആക്ഷൻസ്, അവരുടെ ലൈഫിലെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ഷൻസാണ് എടുത്തത്, അതിലൂടെ അവരുടെ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു, അതിലൂടെ അവർ ലൈഫിൽ സന്തോഷം എങ്ങനെ കണ്ടെത്തി, അതിൻ്റെ ആക്ഷൻ സ്റ്റെപ്പുകളാണ് അവർ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് ഈ വീഡിയോ കാണുന്ന എൻ്റെ സ്റ്റുഡൻസിനും എന്നെ ഫോളോ ചെയ്യുന്ന ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഡയറക്റ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ പഠിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സക്സസ് ആയ പോലെ തന്നെ നിങ്ങൾക്കും ആർട്ടിൽ സക്സസ് ആകാനും നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവർ ഇമ്പ്രൂവ് ആകുന്നതനുസരിച്ചിട്ട് ഞാൻ അവർക്ക് റിവാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗെയിം കളിക്കുന്ന പോലെ ഓരോ ഗെയിമിൻ്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവർക്ക് ഒരുപാട് റിവാർഡുകൾ നമ്മൾ സെറ്റ് ചെയ്യും. അത്തരത്തിൽ കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് സ്വന്തമാക്കിയ സുധീഷ് നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ലെവലിലോട്ട് സുധീഷിന് എത്താനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് എടുത്തത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്, കൂടാതെ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തും നമ്മുടെ ആർട്ട് ഫോളോ ചെയ്യുന്ന ആർട്ട് ലവേഴ്സിൻ്റെ അടുത്തും എന്തൊക്കെയാണ് സുധീഷിന് ഷെയർ ചെയ്യാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം സുധീഷിനെ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കോൺഫിഡൻസ് അച്ചീവർ റിവാർഡ് സ്വന്തമാക്കിയ സുധീഷിനെ അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ സെഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു. എനിക്ക് ആദ്യം അറിയേണ്ടത് സുധീഷിനെ കുറിച്ചിട്ടാണ്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പേര്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. തീർച്ചയായും. എൻ്റെ പേര് സുധീഷ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ലിവ് ചെയ്യുന്നത് തായ്ലൻഡിലാണ്. ഞാനിവിടെ വർക്ക് ചെയ്യാണ് തായ്ലൻഡിൽ ഒരു എഞ്ചിനീയർ ആയിട്ട്. ഇവിടെ ഒരു 13 വർഷമായി തായ്ലൻഡിൽ ജീവിക്കുന്നത്. അപ്പം നമ്മളെ വർക്കിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ എനിക്കൊരു 12 മണിക്കൂർ ഡെയിലി വർക്കിംഗ് വരും. അതും 2 ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. 2 വീക്സ് ഞാൻ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും 7 to 7, ദെൻ അനദർ 2 വീക്സ് നൈറ്റ് 7 to 7. അതെൻ്റെ ഒരു നോർമൽ ലിവിങ് ഷെഡ്യൂൾ. പിന്നെ ഫാമിലി ആയിട്ട് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 1ാം ക്ലാസ് UKG പഠിക്കുന്നു. രണ്ടാമത്തെ ചെറിയ കുട്ടിയാണ് 2 വയസ്സ്. ഇതാണ് എൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. എങ്ങനെയാണ് ആർട്ടിലോട്ട് വന്നിരുന്നത്? ആർട്ടിലോട്ട് വന്നു വെച്ചാല് കുട്ടിക്കാലത്ത് ഞാൻ വരക്കുന്നത് ഇഷ്ടമാണ്, വരക്കാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോമ്പറ്റീഷനൊക്കെ പോകാറുണ്ട്. ഒരു സ്കൂൾ ലെവലിലൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ ലെവലിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കൂടുതൽ ക്ലാസ്സിലുള്ളവരൊക്കെ നല്ലവണ്ണം വരക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു കൂടെ തന്നെ. അങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് വരച്ചു കഴിഞ്ഞ് പിന്നെ കോളേജിലെത്തിയപ്പോൾ അത്യാവശ്യം വരക്കുന്നല്ലാണ്ട് വലിയൊരു
കണ്ടിന്യൂഷൻ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിയൊക്കെ ചെയ്ത് ആലിലൊക്കെ വന്ന് ഇപ്പൊ ഞാൻ വരക്കും ഇടക്ക്. അതായത് പലപ്പോഴും നല്ല ഹൈലി മോട്ടിവേറ്റഡ് ആകുമ്പോൾ ഒരു ചിത്രം വരക്കും, പിന്നെ അത് വിടും. പിന്നെ നെക്സ്റ്റ് ടൈം മോട്ടിവേഷൻ ചിലപ്പോൾ വരിക ചിലപ്പോൾ 6 മാസം കഴിഞ്ഞോ 1 കൊല്ലം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. അങ്ങനെ വലിയൊരു ഗ്യാപ്പാണ്. ഒരു ഗ്യാപ്പിൽ വരക്കും, ഒരു കണ്ടിന്യൂഷൻ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് സച്ചിൻ സാറിന്റെ ഈ ക്ലാസ് ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട്. ആർട്ടുമായി സംബന്ധിച്ച് പല വീഡിയോകളും ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് സച്ചിൻ സാറിന്റെ വീഡിയോ കാണാനും സച്ചിൻ സാറിന്റെ ഈ ക്ലാസ്സിനെ പറ്റി കോഴ്സിനെ പറ്റിയൊക്കെ അറിയാനും സാധിച്ചത്. പിന്നെ അതിലേക്ക് ജോയിൻ ചെയ്യായിരുന്നു. ജോയിൻ ചെയ്യുമ്പോൾ എന്റെ ഒരു പ്രതീക്ഷ വെച്ചാല് ഇപ്പോഴെന്റെ ലെവൽ എന്താണോ അതിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുക എന്നുള്ളത് പണ്ട് ചെറുപ്പത്തിലുള്ള ആഗ്രഹം. ഞാനിങ്ങനെ നാട്ടിലൊക്കെ നമ്മളെ കൂട്ടുകാർ എന്റെ കൂടെ പഠിച്ചവരൊക്കെ അത്യാവശ്യം നല്ല വരക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ നടത്തിയ ആർട്ട് എക്സിബിഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ എന്റെ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ കലാകാരന്മാരെ എനിക്ക് പരിചയമുണ്ട്, നേരിട്ടല്ലെങ്കിലും അവർ നടത്തുന്ന ആർട്ട് എക്സിബിഷനൊക്കെ ചെറുപ്പത്തിലെ കണ്ടിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷൻ ഒക്കെ ഉണ്ട്. അത് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ആർട്ട് എക്സിബിഷന്റെ ഭാഗമാവണമെന്നുണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ ചെറിയൊരു ഒരു എന്താ പറയാ ഒരു ഏണിങ്സും ആർട്ടിൽ നിന്ന് ഉണ്ടാക്കി ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു അഡീഷണൽ ഇതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ ആർട്ടിലേക്കുള്ള ഒരു ജേണി. പിന്നെ സച്ചിൻ സാറിന്റെ ക്ലാസ്സിൽ വന്ന ശേഷമുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നാമത്തെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് തുടങ്ങി ഞാൻ ബിഗിനിങ് ക്ലാസ് കാണാൻ തുടങ്ങിയ തൊട്ട് എനിക്ക് ആദ്യം ഏറ്റവും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും കൂടി എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് ആർട്ട്നെസ് വെൽനസ് സിസ്റ്റം എന്ന് പറഞ്ഞ മോഡ്യൂളാണ്. അതാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതലായിട്ട് എന്നെ സഹായിച്ചത്. ഞാൻ മുമ്പ് ഇപ്പൊ വരച്ചുകൊണ്ടിരുന്ന എന്താ വർഷത്തിൽ 1-2 ചിത്രം വരച്ചിരുന്ന ഞാൻ ഇപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് എന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടും അല്ലാത്ത രീതിയിൽ മോട്ടിവേഷൻ ചെയ്യാനുള്ള ഒരു പ്രധാന ഘടകം ഈ ആർട്ടിസ്റ്റ് വെൽനസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളാണ്. അത് കേട്ടതിൽ പിന്നെ ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ആദ്യം ചെയ്ത കാര്യം ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയായിരുന്നു. ടൈം ടേബിൾ ഉണ്ടാക്കി എക്സലില് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ ഒരു എക്സലില് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ദിവസം എനിക്ക് ഹാർഡ്ലി ഒരു ഹാഫ് ആൻ അവർ ആണ് ഒരു ദിവസം കിട്ടുക. ഹാഫ് ആൻ അവർ ടു 1 അവർ മാക്സിമം അത്രേ എനിക്ക് സമയം കിട്ടാറുള്ളൂ ചെയ്യാൻ. അപ്പൊ ഞാൻ 1 അവറോ അല്ല 45 മിനിറ്റ്സോ വരക്കുകയാണെങ്കിൽ ഞാൻ അതിലൊരു ഗ്രീൻ ടിക്ക് ഇടും ഓരോ ദിവസം. ഇപ്പൊ വരച്ചില്ലെങ്കിൽ ഞാൻ അതിൽ റെഡ് ഇടും. പക്ഷെ നോർമലി ബേസിക്കലി എല്ലാ ദിവസവും ഗ്രീൻ കാണാനാണ് താല്പര്യം. അല്ല ഒരു ദിവസം സ്കിപ്പായി പോവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ചിലപ്പോൾ കുറച്ചധികം ടൈം ഇപ്പം ഇന്നൊരു ദിവസം വരച്ചില്ല എന്നെങ്കിൽ നെക്സ്റ്റ് ഞാൻ ഒരു 1.5 അവർ സ്പെൻഡ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊന്ന് ഒരു മാസത്തിൽ ഒരു 25 ഡേയ്സ് എന്തായാലും ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നുണ്ടാവും. പിന്നെ സൺഡേസിലൊക്കെ ഞാൻ ചിലപ്പോൾ അധികം സൺഡേസിലൊക്കെ ചില സമയത്ത് വീട്ടിൽ പ്രത്യേകിച്ച് വർക്കോ അല്ല പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു 3 to 4 hours ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും വരക്കാനായിട്ട്. കുട്ടികളും അവരും വരക്കും. ഒരു ഫാമിലി ടൈം ആയി. പിന്നെ രണ്ടാമത് ചെയ്തത് ഈ ആ, വരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചു റൂമിൽ, ഒരു പ്രത്യേക സ്ഥലം. അവിടെ ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് വരക്കാനുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ ആ ഏരിയയിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അറിയാതെ വരക്കാനുള്ള ഒരു സ്ഥലമാണ്, ഞാൻ വരക്കാൻ പോവുകയാണ്. അതൊരു എന്താ പറയണ്ടേ നമുക്കൊരു വരക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടങ്ങി കിട്ടാനുള്ള ഒരു സ്ട്രഗിൾ ഒന്നും ഇല്ല. ആ ഏരിയയിൽ എത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയി. പിന്നെ രണ്ടാമത് വെച്ച് ടേബിളൊക്കെ നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. ഒരു ദിവസം വരച്ച് കഴിഞ്ഞാൽ അന്നത്തേക്ക് തന്നെ എല്ലാം എടുത്തു വെക്കും. പിന്നെ ടേബിള് ഡിസോറിയന്റഡ് ആയിട്ടൊന്നും വെക്കാറില്ല. നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡിലേ ഉണ്ടായാല് പിന്നെ നമുക്ക് സമയം കുറെ അതിന്റെ മുകളിൽ പോയി പോകും. ആകെ ഉള്ള കുറച്ച് സമയത്തിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഞാൻ എപ്പോഴും അത് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കും. നെക്സ്റ്റ് വന്ന് ഇരുന്ന് ഓൺ സ്പോട്ടിൽ നമുക്ക് വരക്കാൻ തുടങ്ങാം. അപ്പൊ അതൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ്. പിന്നെ ഡെയിലി വരക്കുന്നുണ്ട്. ഇപ്പൊ പ്രൊഡക്ടിവിറ്റി കൂടി. ഞാനിപ്പോ മുമ്പ് ഒരു ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് മെല്ലെ വരച്ച് കുറച്ചു നേരം അവിടെ നോക്കി കുറച്ചു നേരം അതിനിടയ്ക്ക് മൊബൈൽ നോക്കി. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം മൊബൈല് ഞാൻ വന്ന് വരക്കുന്ന സമയത്ത് മൊബൈല് സ്വിച്ച് ഓഫ് അല്ല, പക്ഷെ ഞാൻ മൊബൈൽ സൈലന്റ് ആക്കിയിട്ട് അവിടെ വെക്കും. പിന്നെ അത് നോക്കാറില്ല.
പിന്നെ ചിലപ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മ്യൂസിക് കിട്ടും. അതായത് ഇൻ കേസ് എന്റെ കോൺസെൻട്രേഷൻ പോവാണെങ്കിൽ മാക്സിമം മ്യൂസിക് വരുള്ളൂ. ആ മ്യൂസിക് വന്നിട്ട് പിന്നെ തിരിച്ച് ആർട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ഞാൻ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറിയ മ്യൂസിക് ഒന്നും ഉണ്ടാവും, വരക്കും. അങ്ങനെ പ്രൊഡക്ടിവിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. പിന്നെ സ്പീഡ് കൂടിയിട്ടുണ്ട്. മുമ്പ് വരച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും സ്പീഡ് ഞാൻ കുറച്ച് കൂടിയിട്ടുണ്ട്. മുമ്പ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഇപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി സ്പീഡിൽ വരക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്കിൽ മെത്തേഡിന്റെ ടെക്നിക്സ് ഒക്കെ, കുറെ മെത്തേഡൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കുറെ കാണുന്നുണ്ട് ഉണ്ട്. പിന്നെ സച്ചിൻ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുക വെച്ചാല് കുറച്ച് കുറവാണ്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ തന്നെ കുറച്ച് കുറവാണ്. ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറെ കൂടി പ്രാക്ടീസ് ചെയ്യണം നമുക്ക്. പക്ഷെ ഞാൻ കുറച്ച് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഓരോ ചിത്രങ്ങളൊക്കെ 2-3 ടൈപ്പ് ഓഫ് ചിത്രങ്ങൾ വരക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് മാത്രമേ വരക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ എത്തിയത് A to Z പെൻസിൽ കോഴ്സിൽ ഹ്യൂമൻ അനാട്ടമി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ കൈയിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ ഓരോന്ന് വരച്ചു. ഒരു കൈയിന്റെ കാലം വരച്ചു. പിന്നെ രണ്ടാമതും പുതിയൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാൻഡ്സ് വരക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. പിന്നെ പോർട്രേറ്റ് ഡ്രോയിങ് ഞാൻ ഇതിന് സാറിന്റെ വീഡിയോ കുറെ കണ്ട് ക്ലാസ് ഒക്കെ കണ്ടോണ്ട് അതെപ്പോഴും ശ്രമിക്കാറുണ്ട് പോർട്രേറ്റ് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു സൈഡിലേക്ക് ഇപ്പം ഒരു ചിത്രം ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ വേറൊരു ചിത്രം ഒരു പോർട്രേറ്റോ ഒന്ന് സൈഡിലേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് കുറച്ച് കുറച്ച് ചെയ്യും, ഇടയ്ക്ക് പ്രത്യേകം. പിന്നെ ഒരു സ്കെച്ച് ബുക്ക് ഉണ്ട്. സ്കെച്ച് ബുക്കിൽ ഞാൻ വെച്ചാല് ഇവിടുന്ന് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കെച്ച് ബുക്ക് കൈമിലുണ്ടാവും. അപ്പം ബോറടിക്കുമ്പോൾ അന്നേരം വരക്കും. അത് പിന്നെ ഒരു റഫ് ആയിട്ട് വരക്കുന്നേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ ആർട്ട് റൂമിൽ ഇവിടെ സെറ്റ് ആയിട്ട് ഇവിടെ തന്നെയാണ് വരക്കാറ്. അങ്ങനെ ഇപ്പോഴത്തെ ആർട്ടിലുള്ള ജേണി ഇതുവരെയുള്ള. ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ടൊന്ന് പറയാം, കാണുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് കൃത്യമായിട്ടൊരു പാത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് നല്ലൊരു ടൈം ടേബിൾ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. കാരണം ആർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. മെത്തേഡ് ആൻഡ് ടെക്നിക്സ് അറിഞ്ഞിരുന്നുകൊണ്ട് റിസൾട്ട് കിട്ടില്ല. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പറയുന്ന കാര്യം ടീച്ചറിന്റെ വലിയൊരു ടാസ്ക് ആണ്. നമുക്ക് വീട്ടിൽ വന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അവരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് സുധീഷ് ചെയ്തൊരു കാര്യം റൂം സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വരയ്ക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് വന്നിരുന്ന് വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും ഇനിയിപ്പോൾ ബുക്ക് എടുക്കാൻ പോകണം, ടേബിൾ ക്ലീൻ ആക്കണം, അപ്പോഴേക്കും കുറേ സമയം പോവും, നമ്മുടെ വരയെന്നുള്ള ഡിസ്ട്രാക്ഷൻ പോകും. അപ്പം നല്ലൊരു കാര്യമാണ് റൂം സെറ്റാക്കി എന്നുള്ളത്. പിന്നീട് സ്കെച്ച് ബുക്കിൻ്റെ കാര്യം, നമ്മൾ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സക്സസ്ഫുൾ സ്കെച്ച് ബുക്ക് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സ്റ്റുഡൻസ് അത് കണ്ട് സ്കെച്ച് ബുക്കിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് വളരെ സിമ്പിളാണ്. നമുക്ക് ഔട്ട്പുട്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്കെച്ച് ബുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അസറ്റാണ്, നമ്മുടെയാണത്. നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും വരയ്ക്കാം, തെറ്റ് പറ്റാം, തിരുത്താം, തിരുത്തി വരയ്ക്കാം, അതിൻ്റെ അകത്ത് പേജസ് കീറിക്കളയാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ പേടിയില്ലാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു A5 സ്കെച്ച് ബുക്ക് കയ്യിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ചിത്രങ്ങൾ വരയ്ക്കും. കുറേ ചിത്രങ്ങൾ തെറ്റും, കുറേ ചിത്രങ്ങൾ ശരിയാവും. പക്ഷെ ഇതെല്ലാം ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. അപ്പോൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് സുധീഷ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള കാര്യം, ആ ഗോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനൊക്കെ മുമ്പായിട്ട് ഇതുവരെ വരച്ച ചിത്രങ്ങളൊന്ന് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊന്ന് നോക്കിയിട്ട് അതൊന്ന് ഞാൻ ഒന്ന് വെരിഫൈ ചെയ്തേക്കാം. ഇതാണല്ലേ കോഴ്സിൽ വന്നിട്ട് ആദ്യം ചെയ്ത വർക്ക് അല്ലേ? ആദ്യം ചെയ്ത വർക്ക്. ഏതൊക്കെ ടൂൾസ് ഇപ്പൊ യൂസ് ചെയ്യുന്ന നിലവിൽ? ഇപ്പൊ ഞാൻ സ്റ്റെഡ്ലറിന്റെ പെൻസിൽ ഉണ്ട്, അപ് ടു 9B പെൻസിൽ വരെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാല് ഒരു നീഡഡ് ഇറേസർ ഉണ്ട്, പിന്നെ ഷാർപ്പനർ, നോർമൽ ടൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉണ്ട്, ഒരു 3 ടൈപ്പ്, ഒരു ലാർജ് ഒരു സ്മോൾ ടൈപ്പ് ബ്ലെൻഡിങ് സ്റ്റെമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മോണോ ഇറേസർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം അത് മോണോ ഇറേസറിന്റെ ഒരു ഇതും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഗോള് പറഞ്ഞത് ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് അല്ലേ? ഞാൻ ഹൈപ്പർ റിയലിസം ആണ് പറഞ്ഞത്. ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ റിയലിസ്റ്റിക് ട്രൈ ചെയ്യണമെന്നാണ്. അതിന് ടൈം എടുക്കും എന്നാലും.
നന്നായിട്ടുണ്ട്. പോർട്രേറ്റ് നമുക്ക് കോഴ്സിലൂടെ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. പോർട്രേറ്റിന്റെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. കുറെ കൂടി ഉം. ഇൻഡെപ്തിൽ കുറേ മൈന്യൂട്ട് ആയിട്ടുള്ള മെഷർമെന്റ് കറക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ കുറേ ഇമ്പ്രൂവ്മെന്റ് വരും പോർട്രേറ്റിൽ. ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അച്ചീവ് ചെയ്യേണ്ടത് ഫോട്ടോ റിയലിസം ആണ്. അതായത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് പേപ്പറിലോട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ വരയ്ക്കുന്നത്. പക്ഷേ ഫോട്ടോ റിയലിസത്തിലോട്ട് വരുന്ന സമയത്ത് കുറെ കൂടി ടൈം നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നോർമലി ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ എത്ര മണിക്കൂർ എടുത്തിട്ടായിരിക്കും വരച്ചിട്ടുണ്ടായിരിക്കും ഒരു കപ്പ്? ഇതൊരു 6-7 hours എടുത്തിട്ടുണ്ടാവും. ഫോട്ടോ റിയലിസം ആകുമ്പോൾ മാക്സിമം ഫോട്ടോ പോലെ ആവുന്ന വരെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇരിക്കാനായിട്ട് പറ്റണം. പിന്നെ ഈ പറയുന്ന ടൂൾസ് അപ്ഗ്രേഡും വരും കേട്ടോ അതിലോട്ട് വരുന്ന സമയത്ത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് ഇത് കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ട് ഉം. കണ്ടോ, ഒരു 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 ഗ്രാജുവൽ ഒരു ഗ്രേഡിയന്റ് പോലെ വന്നിരിക്കുന്നത്. ഇത് നോർമലി പെൻസിൽ വെച്ച് ചെയ്യാൻ പറ്റും. പെൻസിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിഫറൻസ് നോർമലി വരും. അപ്പം അതിന് പകരം നമുക്ക് ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്യും. ഇത് ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല ഇല്ല. ഇല്ല. ഗ്രാഫൈറ്റ് പൗഡർ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ പെൻസിൽ പൊടിച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങാനായിട്ട് കിട്ടും. ക്രെട്ട കളറിൻ്റെ ഒക്കെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. വാങ്ങാനായിട്ട് ഉം. കിട്ടും. അതിൻ്റെ അകത്ത് കോട്ടൺ മുക്കിയിട്ട് അത് ഡിഫറെൻറ്റ് ഗ്രേഡിൻ്റെയും കിട്ടും. ഇതിപ്പോൾ ഉം. ഓൾമോസ്റ്റ് HB 2B ഒക്കെ ആയിരിക്കും ഈ ഒരു ഗ്രേഡ്. അത് ചാർക്കോൾ പൗഡറും കിട്ടും. ഇപ്പോൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ചാർക്കോൾ പൗഡർ വാങ്ങാൻ പറ്റും. അപ്പോൾ പൗഡറിൽ കോട്ടൺ മുക്കിയിട്ട് പതുക്കെ ഉം. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേഡ് നമുക്ക് പതിയെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പേപ്പർ ഇങ്ങനെ വെക്കുക, ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെക്കുക, അതിൻ്റെ മുകളിലൂടെ അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആ. കറക്റ്റ് എഡ്ജ് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ കുറേ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഫോട്ടോ റിയലിസ്റ്റിലോട്ട് വരുന്ന സമയത്ത് അതേപോലെ കുറേ മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ കമ്പയർ ചെയ്ത് നോക്കണം. റെഫറൻസ് ഫോട്ടോ ഇതേപോലെ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഉം. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസ് എടുക്കുക. റെഫറൻസ് ഫോട്ടോ സൈഡിൽ മൊബൈലിലൊക്കെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ഉം. എഡ്ജും കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഇത്ര ഒരു പോർഷൻ എടുക്കുക, ഇത്രയും ചെറിയൊരു പോർഷൻ എടുക്കുക, ഇവിടുന്ന് ഇത്ര ഒരു പോർഷൻ എടുക്കുക, എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുക വ്യത്യാസം ഉണ്ടോയെന്ന്. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത്രയൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്രേഡും ഇവിടെ ഒരു ഗ്രേഡും, ഇത് കഴിയുമ്പോൾ ഇവിടെ പ്യുവർ വൈറ്റാ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ചെറിയൊരു ഒരു 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 ടച്ച് കൊടുത്തിട്ടുള്ളൂ ഗ്രേയുടെ. പക്ഷെ നമ്മൾ വരച്ചപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു ഗ്രേ ആയി പോയി. ഇവിടെ വൈറ്റ് എന്നുള്ള ടോൺ കുറവാണ് നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പം അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഇഞ്ച് എടുത്തിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. ഇതിപ്പോൾ ഓൾറെഡി വരയ്ക്കാൻ അറിയുന്ന ആളാണ്. അതുകൊണ്ട് സ്കില്ലിലല്ല, നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലാണ് കൂടുതൽ ഇവിടെ ഫോക്കസ് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ച് ബൈ ഇഞ്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ ഒരു 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 സെപ്പറേറ്റ് ഒരു പീസായിട്ട് കാണുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡാർക്ക്. പക്ഷെ നമ്മുടെ റെഫറൻസ് പിക്ചറിൽ അതൊരു ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവുക ചെയ്യുന്നത്. കൂടാതെ ഇത് കറക്റ്റാണ്, ഇവിടെ ഹൈലൈറ്റ് വന്നിട്ടുണ്ട്, ഇത് കറക്റ്റ് ആയിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ഒരു ഹൈലൈറ്റ് ഉണ്ട്, കണ്ടോ? ഉം. അപ്പം അങ്ങനെ ടൈം എടുത്ത് ഒബ്സർവ് ചെയ്യുന്ന ലെവലിലോട്ടാണ് നമ്മൾ ഇനി അടുത്തത് ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് 1-2 ആഴ്ച നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചെറിയ ചിത്രമാണെങ്കിൽ. വലിയ ചിത്രമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പോർട്രേറ്റ് നമുക്ക് കോഴ്സിലൂടെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിൽ ടെൻഷനൊന്നും വേണ്ട. അത് കോഴ്സിൻ്റെ കുറേ മെത്തേഡ് പഠിക്കാനുണ്ട്. കണ്ണ് വരയ്ക്കുന്നതിൻ്റെ ഒക്കെ ഡീപ്പായിട്ടുള്ള ലേണിംഗ് നമുക്ക് വരുന്നുണ്ട്. കണ്ണ് വരയ്ക്കുമ്പോൾ ഇതിന് ഓരോ പോർഷൻ ഓരോ പേരുണ്ട്. ടിയർ ഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളുണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ടിയർ ഡക്റ്റിൻ്റെ ഷേപ്പ് എന്താണെന്ന് വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഇത്തിരി ലോങ് ആയി പോയിട്ടുണ്ട്. ഇവിടെ പിക്ചറിൽ ആ. ഒരു റൗണ്ട് പോലെയാണ്. അപ്പം അങ്ങനെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ്. അത് ഒബ്സർവേഷനാണ് അവിടെ കൂടുതൽ പാർട്ട് വരുന്നത്. അത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്കും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. കാരണം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കൂടുതൽ ചിന്തിക്കുന്നില്ലല്ലോ. ഉം. പക്ഷേ ശരിക്കും ഹൈപ്പർ റിയലിസത്തിലോട്ട് വരുന്ന സമയത്ത് കുറെ കൂടി നമ്മൾ ചിന്തിക്കാൻ ടൈം എടുക്കണം. ഒരു ചിത്രം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റെഫറൻസ് പിക്ചർ നോക്കണം, ചിന്തിക്കാൻ ടൈം എടുക്കണം. അതൊക്കെയാണ് പരിപാടി. പിന്നെ ഹൈപ്പർ റിയലിസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി, ഇത് ഹൈപ്പർ റിയലിസ്റ്റിക് അല്ലാന്ന് എനിക്കറിയാം, വേറെ ചിത്രം നമുക്ക് എടുക്കാം. ഓക്കെ, കുറെ കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാനായിട്ട് പറ്റും. ലൈറ്റ് ആൻഡ് ഷാഡോന്റെ കോൺട്രാസ്റ്റ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് ഉള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നോർമൽ ഫോട്ടോയിലുള്ളതിനേക്കാളും കൂടുതൽ ഡെപ്തിൽ ബ്ലാക്ക് കൊടുക്കാം. വൈറ്റ് ഉള്ള ഏരിയാസ് ഉള്ളെങ്കിൽ നോർമൽ ഫോട്ടോനേക്കാളും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചിത്രം ഓക്കെ. ഫോട്ടോ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു വേറെ ലെവലിലോട്ട് വരും. അപ്പോൾ ഹൈപ്പർ റിയലിസ്റ്റിക് സ്റ്റൈലിലോട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഡ്രോയിങ് ഒക്കെ നല്ലതാണ്, കറക്റ്റ് പാത്തിലാ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം
ഇതെല്ലാം പ്രാക്ടീസിന് വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങളാണല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, വരയ്ക്കുന്ന ചിത്രങ്ങൾ രണ്ടാക്കി തിരിക്കുക. ഒന്ന്, പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ. രണ്ട്, മാസ്റ്റർ പീസ് ആർട്ട് വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് വരച്ചോ, ഒരു ഇഷ്യൂ ഇല്ല. നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് വരയ്ക്കാം, യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് പിക്ചർ ചൂസ് ചെയ്യുന്ന ടൈം മുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏത് ടൈപ്പ് റെഫറൻസ് പിക്ചർ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പോൾ റെഫറൻസ് പിക്ചർ ക്വാളിറ്റി ഇല്ലാത്ത റെഫറൻസ് പിക്ചർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി വരില്ല. അപ്പോൾ ഏത് ടൈപ്പ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കാം. ഫ്യൂച്ചറിലോട്ട് വരുന്ന സമയത്ത് എക്സിബിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഏത് സ്റ്റൈലിൽ വരയ്ക്കുന്ന ഒരാളാണ്, ഏത് സബ്ജക്റ്റാണ് നമ്മളവിടെ എക്സിബിഷൻ വെക്കുന്നത്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇനി റെഫറൻസ് പിക്ചർ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട്, റിയലിസ്റ്റിക് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്വന്തമായിട്ട് ഉള്ളിലോട്ടൊന്ന് ചിന്തിക്കുക. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എനിക്ക് ഏത് ടൈപ്പ് ചിത്രങ്ങൾ കാണുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് മാക്സിമം ഇഷ്ടമുള്ള ചിത്രം. ഞാനൊക്കെ ചെയ്യുന്ന കാര്യം, ചുമ്മാ ഇരിക്കുമ്പോൾ പിൻട്രസ്റ്റിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോപ്പിറൈറ്റ് ഫ്രീ വെബ്സൈറ്റ് ഉണ്ടല്ലോ, നോട്ട് ചെയ്തിട്ടുണ്ടാവും കോഴ്സിൻ്റെ അകത്തൂടെ, അതിലൊക്കെ പോയിട്ട്, അതെ അതെ, പിക്സാബേ പോലത്തുള്ള സൈറ്റുകൾ, അതിലൊക്കെ പോയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കാണും, ഒരുപാട് ചിത്രങ്ങൾ കാണും. എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ വരയ്ക്കാനിരിക്കുമ്പോൾ ഞാൻ വീണ്ടും, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ 10-100 ഉണ്ടാവും ആ ഫോൾഡറിൻ്റെ അകത്ത്. ഞാൻ വീണ്ടും അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു മൂഡിൽ എനിക്ക് എന്താണ് വരയ്ക്കാൻ തോന്നുന്നത് അതിൻ്റെ അകത്ത് നിന്ന് റെഫർ ചെയ്ത് കണ്ടുപിടിക്കും. അതിലാണ് ഞാൻ വരയ്ക്കുന്നുണ്ടായിരിക്കും. അത് വരയ്ക്കുന്ന സമയത്ത് 1-2 മാസമൊക്കെ അതിനു വേണ്ടി മാത്രം ആ ഒരു സിംഹത്തിൻ്റെ ചിത്രം വരച്ചത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഡിസൈൻ പോലെയുള്ള. അതൊക്കെ അത്രയും ടൈം എടുത്ത് റെഫറൻസ് പിക്ചറൊക്കെ അത്രയും ഒബ്സർവ് ചെയ്ത്, അത് അത്രയും എളുപ്പത്തിൽ കിട്ടുന്ന റെഫറൻസ് പിക്ചർ അല്ല. കുറേ സൈറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് AI ജനറേറ്റഡ് ആകുന്ന ചിത്രമൊക്കെയാണ്. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു ചിത്രമാണ്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എഫേർട്ട് തുടങ്ങുന്നത് നമ്മൾ വരയ്ക്കാൻ തീരുമാനിക്കുന്ന മൊമെന്റ് മുതൽ, റെഫറൻസ് പിക്ചർ സെലക്ട് ചെയ്യുന്ന ടൈം മുതൽ നമ്മുടെ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ആലോചിച്ച് നമുക്ക് ഇഷ്ടമുള്ള, ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പോൾ ഫാമിലിക്ക് ഉണ്ടെന്ന് പറഞ്ഞു, കുട്ടികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ കുട്ടികളുടെ ചിത്രം ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് പറയുന്നത്, ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനോട് 100% നീതി പുലർത്തണം എന്നൊരു തോന്നൽ വരും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിൻ്റെ റെഫറൻസ് പിക്ചേഴ്സ് എടുക്കുക, അത് സൂം ചെയ്തിട്ടും കുറച്ച് ഫോക്കസ് ഔട്ട് ചെയ്തിട്ടും കുറച്ച് ബ്ലറാക്കിയിട്ടും പല ആംഗിളിൽ നിന്ന് അതിൻ്റെ റെഫറൻസ് പിക്ചർ ചൂസ് ചെയ്ത് വെക്കുക. പ്രിന്റ് എടുത്ത് വെക്കുന്നത് നല്ലതാ. A3 സൈസിൽ നമുക്ക് ലേസർ പ്രിന്റ് ചെയ്യാൻ പറ്റും, ഹൈ ക്വാളിറ്റിയിൽ. പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുന്നത് നല്ലതാ. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് 1-2 ദിവസം വെറുതെ റെഫറൻസ് പിക്ചർ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പ്രാക്ടീസ് സൈഡിലൂടെ നടക്കുന്നുണ്ട്, അത് വേറെ ചിത്രങ്ങൾ വരയ്ക്കാൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മെയിൻ ചിത്രത്തിന്റെ റെഫറൻസ് പിക്ചർ വെച്ചിട്ട് കുറച്ച് നാൾ നമ്മളിങ്ങനെ അതിനോട് അത് നമ്മുടെ ഉള്ളിലോട്ട് കയറണം. അതിനുശേഷമായിരിക്കും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം ഔട്ട്ലൈൻ ഇടുന്നുണ്ടായിരിക്കുക, പിന്നെ ഓരോ പോർഷൻ ബൈ പോർഷൻ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരിക്കും. 2 തരത്തിലൊരു ചിത്രം കംപ്ലീറ്റ് ആക്കാം. നമ്മുടെ കോഴ്സിൽ പറയുന്ന പോലെ തന്നെ ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ എന്ന് പറഞ്ഞിട്ട് 3 ലെയർ 4 ലെയറിൽ ചിത്രം ഒരുമിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ പോർഷൻ ബൈ പോർഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പലപ്പോഴും റിയലിസം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേരും ചെയ്യുന്ന പരിപാടി ചെറിയൊരു പോർഷൻ എടുക്കും, ആ പോർഷൻ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കും, അടുത്ത പോർഷൻ എടുക്കും, ആ പോർഷൻ കംപ്ലീറ്റ് ആക്കും, അടുത്ത പോർഷൻ എടുക്കും, ആ പോർഷൻ കംപ്ലീറ്റ് ആക്കും. അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡുകൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇത് ഓരോ ആർട്ടിസ്റ്റിനും വ്യത്യാസമായിരിക്കും. ഞാൻ കൂടുതലും ചെയ്യുന്നത് വലിയ ചിത്രങ്ങളാണെങ്കിൽ പോർഷൻ ബൈ പോർഷൻ ആണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോ മൊത്തം ചെയ്ത് അത് ഫിനിഷ് ചെയ്യും, അടുത്ത പോർഷനിലോട്ട് പോകും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ മാസങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഇരിക്കേണ്ടി വരും. പക്ഷെ പോർഷൻ ബൈ പോർഷൻ കംപ്ലീറ്റ് ആക്കുന്ന വരെ നമുക്ക് അറിയാൻ പറ്റും എത്ര പെർസെൻറ്റേജ് എൻ്റെ ചിത്രം കംപ്ലീറ്റ് ആയെന്ന് ഒരു ഐഡിയ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊരു ചിത്രം എടുത്തു 25% കംപ്ലീറ്റ് ആക്കി നമുക്ക് എഴുതാം നമ്മുടെ ബുക്കിൽ 25% കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി നാളെ എനിക്ക് ഇതിൻ്റെ ഒരു 5% കംപ്ലീറ്റ് ആക്കണം, അടുത്തത് 5%. അപ്പോൾ നമുക്ക് പ്ലാൻഡ് ആയിട്ട് അപ്പോൾ ഒരു ഡോപ്പമൈൻ ബൂസ്റ്റ് കിട്ടും. അത് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലോട്ട് മാറി നോക്കിക്കോളൂ. പിന്നെ നേരത്തെ പറഞ്ഞ ടൂൾസും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആക്ഷൻ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ആക്ഷൻ എടുക്കാനുള്ളത്, നല്ലൊരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. ആദ്യം എന്താണ് വരയ്ക്കാൻ ആഗ്രഹമുള്ളത്, ഡീപ്പ് മനസ്സിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഇത് വരച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടും, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളൊരു സബ്ജക്റ്റ് മനസ്സിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കുക. ലാൻഡ്സ്കേപ്പ് ആയിരിക്കാം, പോർട്രേറ്റ് ആയിരിക്കാം, ഒബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കും. സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ റെഫറൻസ് പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഫാമിലിയുടെ ഫോട്ടോ ആണെങ്കിൽ ഒരുപാട് ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, മൾട്ടിപ്പിൾ റെഫറൻസ് പിക്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് വരയ്ക്കുക. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കും, അറിയാലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന സമയത്ത് കറക്റ്റ് ലൈറ്റ് ആൻഡ് ഷാഡോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ അകത്ത് ഡീറ്റെയിലിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്
അതിൻ്റെ അകത്തുനിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് പിക്ചർ എടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ റെഫറൻസ് പിക്ചർ എടുത്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക അത് തന്നെ വേണോ മാറ്റണോ എന്നൊക്കെ ഒന്ന് തീരുമാനിച്ചതിന് ശേഷം പിന്നെ സ്കെച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചെയ്യുന്ന സമയത്ത്, ഇനി ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ വരയ്ക്കാത്തതിനേക്കാളും വലിയ സൈസിലൊന്ന് ചെയ്യാനായിട്ട് നോക്കിയുള്ളൂ. അത് നമുക്ക് നല്ലൊരു പ്രാക്ടീസാണ്. ഇതുവരെ A4 വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ A3 സൈസിലോട്ട് മാറ്റാം. A3 വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അതിനേക്കാളും ലാർജ് സൈസിലോട്ട് മാറ്റാം. അപ്പോൾ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വലുതാക്കി വരയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത്, ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഔട്ട്ലൈൻ മാറ്റേണ്ട ഒരു അവസ്ഥ വരരുത്. ഔട്ട്ലൈൻ വളരെ ലൈറ്റായിട്ട് ഇടുക. ഔട്ട്ലൈൻ 100% കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഷെയ്ഡിങ്ങിലേക്ക് കിടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ട്രൈലാൻഡർ ഇല്ല, നമ്മൾ ഈ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രൈലാൻഡർ പലപ്പോഴും ചെയ്യാറില്ല. അത്രയും വലിയ ആർട്ട് വർക്ക് ആണല്ലോ, നമ്മുടെ അത്രയും വലിയ എന്താ പറയുക ഒരു അസറ്റാണ് ആർട്ട് വർക്ക്. അപ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ഫിനിഷ് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിലോട്ട്, അങ്ങനെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോ, ടെൻഷനൊന്നും വേണ്ട. ഇതിപ്പോൾ തെറ്റിപ്പോയാലും നമുക്ക് വീണ്ടും വരയ്ക്കാമല്ലോ, അതിൽ ടെൻഷനൊന്നും വേണ്ട. പക്ഷേ ഹാപ്പി ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് എക്സിബിഷന് വേണ്ടി വരയ്ക്കുന്നതാണെന്ന് വിചാരിച്ചങ്ങ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരിക്കും ആ ചിത്രത്തിനോട്. കൂടാതെ അതിന് ശേഷമുള്ള ഔട്ട്കം ഇമാജിൻ ചെയ്യണം. ഈ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ സിംഹത്തിന്റെ ചിത്രം വരച്ച സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം, അത് ഇത്തിരി ഭയങ്കര ഹാർഡ് പ്രോസസ്സാണ്. ഒന്നാമത് എനിക്ക് ആസ്മയുണ്ട്, എനിക്ക് മറ്റേ ചാർക്കോളിന്റെ പൗഡറൊന്നും മൂക്കിലോട്ട് അടിക്കാൻ പാടില്ല, കണ്ണ് ചോക്കും, ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതും വെച്ചിട്ട് ഞാൻ ഏകദേശം കുറച്ച് മാസങ്ങൾ അധികം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ശരിക്കും പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസും കേൾക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പെയിൻഫുൾ ആണ്. പക്ഷെ അതിലൂടെ നമുക്കൊരു ഔട്ട്കം കിട്ടുന്നുണ്ട്. അവിടെയാണ് നമുക്ക് അതിൻ്റെ റിസൾട്ടും സന്തോഷം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പെയിനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമുക്ക് അവിടെ അപ്പുറത്ത് കിട്ടാനുള്ളതെന്നും ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സിംഹത്തിൻ്റെ ചിത്രം വരച്ചപ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യം, ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നു അത് വരച്ച് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സന്തോഷം, അത് വരച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്. കാരണം സ്റ്റുഡൻസ് ഒരുപാട് പേര് എന്നെ കണ്ടിട്ട് വരയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വലിയ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അവർക്കൊരു മോട്ടിവേഷൻ, അവർക്കും അതുപോലെ വരയ്ക്കാൻ പറ്റും. അവർക്കറിയാം ഞാൻ എന്ത് വരച്ചാലും ഞാനത് പഠിപ്പിക്കുന്ന അവർക്കറിയാം. അതൊരു അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പം ഇങ്ങനത്തെ കുറേ ഔട്ട്കം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് വരയ്ക്കുന്ന ടൈമിലൊക്കെ ഞാനത് ഇമാജിൻ ചെയ്യും. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ കിട്ടും ഇത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട്. നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും മാസ്റ്റർ പീസ് ആർട്ട് വർക്കിൽ തൊടുക പോലും ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം മനസ്സിലായി. പ്രാക്ടീസ് ചെയ്യുന്ന പോലെ രണ്ട് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റിലാണ് ചെയ്യുന്നത്. പ്രാക്ടീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്തോ, എപ്പോൾ വേണമെങ്കിലും ചെയ്തോ. പക്ഷേ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഫുൾ ഓൺ ആയിരിക്കുന്ന സമയത്ത് വേണം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ കോഴ്സ് തീരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ബാച്ചസ് അറിയാലോ അല്ലേ, അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയല്ലോ അല്ലേ. നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ അകത്ത് കുറച്ച് തിയറി പാർട്ട് പഠിക്കാനുണ്ട്. നല്ലൊരു ചിത്രം അതിൻ്റെ അകത്ത് എന്തൊക്കെ എലമെന്റ്സ് ആണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് സ്റ്റുഡൻസിന് തരുന്നുണ്ടായിരിക്കും. കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ആ ഒരു സമയത്തേക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് വരയ്ക്കുന്ന കാരണം ഇപ്പോഴങ്ങ് സ്റ്റാർട്ട് ചെയ്തോ, അതായിരിക്കും നല്ലത്. എന്ത് തോന്നുന്നു? സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇനി വരുന്ന കുറച്ച് മാസങ്ങളിൽ ഞാൻ ഗ്രൂപ്പിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇന്നലെ ചെയ്ത പോലെ, ഇന്നലെ സൺഡേ വീക്കിലി മീറ്റിംഗിൽ ചെയ്ത പോലെ. അപ്പോൾ ഞാനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എല്ലാ വീക്കിലും തരാൻ പറ്റും. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ഇപ്പോൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കും, ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഗോൾസിലോട്ട് വരാട്ടെ. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ കുറച്ച് ക്ലാരിറ്റി ഞാൻ വരുത്തി തരാം. യെസ്, ഗോൾ ഒന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈപ്പർ റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് ക്വാർട്ടർ 2024. അപ്പൊ ഒരു ഡെഡ് ലൈൻ ഒന്ന് പറഞ്ഞു. ഒരു ഏപ്രിൽ ആവുമ്പോഴത്തേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. കുഴപ്പമില്ല. കാരണം നമുക്ക് ഫെബ്രുവരിയിൽ അതിന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. അപ്പൊ കുറെ കൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ എന്തായാലും ഒരു ട്രയൽ നോക്കിക്കോ സ്വന്തമായിട്ട്. ഇപ്പൊ ഈ പറയുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടും കോഴ്സിന്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഒരു ട്രയൽ നോക്കിക്കോ. ഫെബ്രുവരി നമുക്ക് ഒരു വട്ടം കൂടി ചെയ്ത് നോക്കാം. പിന്നെ എക്സിബിഷന്റെ പാർട്ട് ആവണമെന്ന് പറയുന്നുണ്ട്. എക്സിബിഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ എക്സിബിഷൻ ഹാളിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിനൊരു വ്ളോഗ് ചെയ്തായിരുന്നു. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ലൈഫ് ടൈം ഗോളൊക്കെയാണ് എക്സിബിഷൻ. ഞാൻ പറയുന്നത് അത്ര വലിയ കാര്യത്തിൽ പൊക്കി വെക്കേണ്ട കാര്യം ഇല്ല എക്സിബിഷൻ.
വളരെ സിമ്പിളാണ് അതിൻ്റെ പ്രോസസ്സ്. നമ്മൾ കുറച്ച് നല്ല ചിത്രങ്ങൾ, നമ്മുടെ ലൈഫ് ടൈമിലെ ബെസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് കുറച്ചെണ്ണം ചെയ്യുക. അതൊരു തീം ബേസ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. നമുക്കൊരു നല്ലൊരു ഫോളോയിങ് ക്രിയേറ്റ് ചെയ്യാം. പണ്ടത്തെ ഒരു മെത്തേഡ് ഇങ്ങനെയായിരുന്നു, വരയ്ക്കുന്ന ചിത്രങ്ങൾ പുറന്ന് കാണിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പാടില്ല ആരെയും. ഇപ്പം അങ്ങനെയല്ല, വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് കണ്ട് കുറേ പേര് നമ്മളെ ഫോളോ ചെയ്യും. എന്നിട്ട് ആ ഒരു ഫോളോയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഹോള് ബുക്ക് ചെയ്യുന്നു. ഹോള് ബുക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ലളിതകല അക്കാദമിക്ക് ആണെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അവർ ഹോളിൻ്റെ പൈസ, ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവർ അപ്രൂവ് ചെയ്യും. കുറച്ച് പൈസ കൊടുക്കുക, ഹോളിൻ്റെ പൈസ കൊടുക്കുക. ആ ഡേറ്റിൽ വന്നങ്ങ് അവിടെ കൊണ്ട് ഐറ്റംസ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരും. ഇത്രയും ഒരു സംഭവം പരിപാടിയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ എങ്ങനെ അത് ചെയ്യണം, ഏത് രീതിയിൽ അത് തീർക്കണം എന്നുള്ളതാണ്. എങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യണം, എൻ്റെ ഏത് ടോപ്പിക് സബ്ജക്റ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എക്സിബിഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു ഗോൾ തന്നെയാണ്. പിന്നെ സോളോ എക്സിബിഷൻ്റെ കാര്യം, 2030 വരെ സോളോ എക്സിബിഷൻ ചെയ്യാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്തെന്ന് വിചാരിക്കും. ഒരു എക്സിബിഷനൊക്കെ എന്ന് പറയുന്ന സമയത്ത് മിനിമം, ഞാൻ പറയുന്നത് മിനിമം ഒരു 10 ആർട്ട് വർക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു എക്സിബിഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? 2030 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാളും വലിയ വലിയ ഗോളൊക്കെ ആ സമയത്ത് വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് താഴ്ത്തിയിട്ടോ. എക്സിബിഷൻ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ, അച്ചീവബിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗോളാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്താൽ മതി. അത് ഇനി വരുന്ന മാസങ്ങളിലും വരുന്ന അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിട്ട് അവിടെ തങ്ങളുടെ ലിമിറ്റ് ചെയ്തോ. കാരണം ഇത് ചെയ്ത് തീർക്കുമ്പോൾ വീണ്ടും 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 പുതിയ പുതിയ ഗോൾസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ കമ്മീഷൻ വർക്കിൻ്റെ കാര്യം, അത് നമുക്ക് ലാർജായിട്ട് ഡിസ്കസ് ചെയ്യണം. നമുക്ക് അടുത്ത ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ഇൻപുട്സ് തരാം. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് ഒന്നൊന്ന് ആലോചിച്ച് നോക്കട്ടോ. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സുധീഷ് എടുത്ത എഫേർട്ട് ഒന്ന് പറയാമോ? ഫസ്റ്റ് മുതൽ, ഞാനായിട്ട് ഫസ്റ്റ് സച്ചിൻ എന്നുള്ള വ്യക്തിനെ അറിയുന്നത് മുതൽ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ മതി. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ സാറിന്റെ വീഡിയോ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, ഡയറക്റ്റ് മെസ്സേജസ് വന്നു. മേ ബി 5 മിനിറ്റ്സ് അത്ര വർക്കുള്ളൂ അത് ജോയിൻ ചെയ്യാൻ. അത് വളരെ സിമ്പിൾ ആണ്. ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് ഈസിയാണ്. നമ്മൾ ഇതിന്റെ എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുശേഷം. അവിടെ ആക്ച്വലി ഒരു സെയിൽസ് നടന്നിട്ടുണ്ടല്ലേ? സുധീഷിന്റെ അടുത്തുനിന്ന് പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പക്ഷേ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതാണ് മെയിൻ പരിപാടി. ഈ പറയുന്ന ആർട്ടിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മെയിൻ കോൺസെപ്റ്റ് ഇതാണ്. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് വളരെ സിമ്പിളായിരിക്കും. പക്ഷെ അത് ട്രാൻസ്ഫർ ചെയ്യും മുമ്പ് ഞാൻ വർഷങ്ങളോളം പണിയെടുത്തിട്ടുണ്ട് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ. അത് ആലോചിച്ചിട്ടുണ്ടോ? യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻഡസ്ട്രിയിൽ ഏകദേശം 10 വർഷത്തിലധികമായി വർക്ക് ചെയ്യുന്നു. 2017 മുതൽ ഞാൻ റിയലായിട്ട് ടീച്ചിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൂഫ് യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് എടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 പോസ്റ്റ് ഫേസ്ബുക്ക് പേജിൽ ആക്റ്റീവാണ്. സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് എടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്. അപ്പോൾ ആർട്ടിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക്, ഈ പറയുന്ന എല്ലാവരും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ പൈസ വാങ്ങുന്നുള്ളതിന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് ഭയങ്കര സിംപ്ലിഫൈഡ് ആയിരിക്കണം. അതൊരിക്കലും ബുദ്ധിമുട്ടുള്ളതാക്കരുത്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അതിന് മുൻപ് ക്ലയൻറ്റിനെ നമ്മുടെ ആളാക്കി മാറ്റാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കമ്മീഷൻ വർക്ക്, ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗ്രാബ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ കമ്മീഷൻ വർക്കിൻ്റെ എൻക്വയറി എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ് ചോദ്യം അവിടുത്തെ. അപ്പം ഇപ്പം മുതൽ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാം. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്തതെന്ന് ആലോചിക്കുക. ഞാൻ കോൾ ചെയ്തിട്ടില്ല. എന്നെ ഫോൺ കോൾ ചെയ്താൽ കിട്ടുക, അതറിയാമല്ലോ. എന്നെ ഫോൺ കോൾ ചെയ്താൽ കിട്ടൂല. എനിക്കിപ്പോൾ ഫോൺ കോൾ ചെയ്യാനായിട്ട് ഞാൻ വേറെ സ്റ്റാഫിനൊന്നും വെച്ചിട്ടില്ല. ഫുള്ളി വാട്സപ്പ് വഴിയാണ്. അപ്പം ഞാൻ നേരിട്ട് സംസാരിക്കാതെ എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിച്ച് ആ ഒരു ഫീസ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നതെന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒരു വലിയൊരു പ്രോസസ്സ് അപ്പുറത്ത് നമ്മൾ പണിയെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയമാവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും. അല്ലെങ്കിൽ എന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. പുതിയൊരു പേജിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ആർട്ടിൽ നിന്നും പടം വരച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു നല്ലൊരു പേരൊക്കെ ഇട്ടിട്ട്, വേറെ കമ്പനിയുടെ പേരൊക്കെ ഇട്ടിട്ട് പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഫുൾ പരസ്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത്. ഞാൻ ഇത്ര രൂപയ്ക്ക് വരച്ചു തരാം, ഞാൻ ഫ്രെയിമിന് എത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് ഫുൾ പരസ്യങ്ങളായിരിക്കും. അതിലോട്ട് വരുന്ന ഒരാൾക്ക് ഈ വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ആരാണെന്നോ അയാളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് അറിയാൻ പറ്റില്ല. അവിടെയാണ് ഇഷ്യൂ. അങ്ങനെ അറിയാൻ പറ്റാത്തിടത്തോളം കാലം നല്ല കസ്റ്റമൈസ് വരില്ല. അതിന് പകരം വെറുതെ ഇങ്ങനെ ഫീസ് ചോദിച്ചു പോകുന്ന ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നും, അയ്യോ ഇതൊന്നും സെല്ലായി പോയില്ലല്ലോ,
ഇതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നൊക്കെ നമുക്ക് തോന്നും. അതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫീസ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ അതിൻ്റെ എമൗണ്ട് കുറയും തോറും നമുക്ക് സ്ട്രഗിൾ ആണ്, നമുക്ക് നല്ല ക്വാളിറ്റി വർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇപ്പോഴേ ആ ഒരു ബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരാൾ സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് വേണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അത് വരുന്ന ആളുടെ ക്വാളിറ്റി കൂടി ഇമ്പോർട്ടൻ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർ വരണം, നല്ല പ്രീമിയം കസ്റ്റമൈസ് വന്നിട്ട് ഇതാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, സുധീഷിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്, ഇത്ര വർഷങ്ങളായിട്ട് ആർട്ട് വർക്ക് ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ വരച്ചു കൊടുക്കുന്നുണ്ടെന്ന് ചോദിക്കും. സുധീഷ് പറയും യെസ്, ഇതാണ് എൻ്റെ പോർട്ട്ഫോളിയോ, ഇതാണ് എൻ്റെ പ്രൈസിങ്, ഓക്കെ ആണെങ്കിൽ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടോ. അപ്പം തന്നെ ആൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ, സുധീഷ് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പോലെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അപ്പം തന്നെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു വരച്ചു കൊടുക്കും, പരിപാടി തീർക്കും. ഇത്രയും സിമ്പിൾ ആയിരിക്കണം ആ പ്രോസസ്സ്. ആ സിമ്പിൾ ആവണമെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യും. ഞാനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാലോ, ഞാൻ ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞു, ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ആർട്ട് പഠിക്കാനുള്ള ഒരു ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഫീസ് വരുന്നത് 4,15,000 ആണ് ഫീസ് വരുന്നത്. അത് $5,000 ആണ്, ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് ആ ഒരു എമൗണ്ടിലോട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ആർട്ടിസ്റ്റുമായിട്ട് ഇതുപോലെ 1-to-1 ഞാൻ ഇരിക്കും. 1-to-1 ഇരുന്ന് കഴിയുമ്പോൾ അദ്ദേഹം ആളുടെ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പറയും നിങ്ങളിത് ബുക്ക് ചെയ്യണം, 10,000 രൂപ. ഈ മീറ്റിംഗ് തീരുന്നതിൻ്റെ 24 മണിക്കൂറിൻ്റെ അകം 10,000 രൂപ ഇട്ടിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണം. അതിനുശേഷം ബാക്കി 4 ലക്ഷത്തി സംതിങ് വരും. ബാക്കി എമൗണ്ട് അടയ്ക്കാനായിട്ട് 7 ദിവസം സമയം കിട്ടും. നമ്മൾ അടയ്ക്കുന്ന ഫീസ് എല്ലാം നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ച് കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു EMI ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു EMI ഉണ്ട്, പക്ഷേ EMI വെച്ച് അടയ്ക്കുകയാണെങ്കിൽ $6,000 ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക ടോട്ടൽ. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് വീണ്ടും എമൗണ്ട് കൂടും. ഞാൻ ചെയ്ത കാര്യം, ആ മീറ്റിംഗ് തീർന്നപ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ 10,000 രൂപ അടച്ചു. പിന്നെ ഒരു 3-4 ദിവസത്തിൻ്റെ അകത്ത് ഞാനൊന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് 4 ലാക്ക് ഒരുമിച്ച് അടച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ആലോചിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത്. ഞാനിപ്പോൾ അറിയാത്തൊരു വ്യക്തി, നമ്മുടെ നാട്ടിലല്ല, കാനഡയിലോ US-ലോ എവിടെയാണ് ആൾ താമസിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് ആൾക്കുണ്ട്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ എമൗണ്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ സെയിൽസ് പ്രോസസ്സിലല്ല കാര്യം. അവിടെ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ആൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഞാൻ കാണുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 വെബിനാർസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പുറത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ അത്രയും എമൗണ്ട് ഗ്രാബ് ചെയ്യുന്നത് അത് ഈസിയാണെന്ന് വിചാരിക്കേണ്ട. അത് ഈസിയാണ് ശരിക്കും, പക്ഷെ അത് ഈസി ആക്കാനായിട്ട് ഇപ്പുറത്ത് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ റെപ്യൂട്ടഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലാൻ റെഡിയാക്കാം. ഒരു ഐഡിയൽ ആയിട്ടൊരു സീൻ നമുക്കൊന്ന് മനസ്സിൽ കാണാം. ഒരു വ്യക്തി വന്ന് സുധീഷിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്യുന്നു, 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് ഒരു ആർട്ട് വർക്ക് പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കും, ഒരു സെനാരിയോ. അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ലെവലിൽ സുധീഷിന് എന്തൊക്കെ ബാക്കപ്പ് സംവിധാനങ്ങൾ വേണം എന്നുള്ളതൊന്ന് മനസ്സിൽ കണ്ടോ. അതിലോട്ട് വർക്ക് ചെയ്യാൻ മതി. ബാക്കപ്പ് സംവിധാനം ഉദ്ദേശിക്കുന്നത് എത്ര ഫോളോവേഴ്സ് വേണം, ഡെയിലി പോസ്റ്റ് ചെയ്യണോ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കണോ, സോഷ്യൽ മീഡിയ വേണോ വേണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനം, വെബ്സൈറ്റ് വേണോ, പേയ്മെൻറ്റ് എങ്ങനെ വാങ്ങണം എന്നൊക്കെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനും ആക്ഷൻ സ്റ്റെപ്സ് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നത്, എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ 15K ഫോളോവേഴ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോക്കസ്ഡ് അല്ല, ഞാൻ യൂട്യൂബിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ചെറുതായിട്ടൊന്ന് ആക്റ്റീവായ സമയത്ത് എനിക്ക് മനസ്സിലായി ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേര് അതിൻ്റെ അകത്തുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ ഞാൻ ആക്റ്റീവ് ഇല്ലാത്ത കാരണം അവർക്കൊന്നും ഞാൻ റീച്ചബിൾ അല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി, എനിക്കൊരു 50K ഫോളോവേഴ്സിലോട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ എത്തണം എന്ന് ഞാൻ പ്ലാൻ ഉണ്ടാക്കി. ഞാൻ ചെയ്ത കാര്യം, അവിടെ എന്താണോ വൈറലാവുന്നത് അതിനെക്കുറിച്ച് പഠിച്ചു. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ളവർ ചെയ്യുന്ന സമയത്ത് വ്യൂസ് കിട്ടുന്ന ഏതൊക്കെ ടൈപ്പ് പോസ്റ്റുകളുണ്ടെന്ന് ഞാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ വരയ്ക്കുന്ന സ്റ്റൈല് മാറ്റി, എൻ്റെ സംസാര ശൈലി മാറ്റി, എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് മാറ്റി, അവിടെ വൈറലാവുന്ന കാര്യങ്ങളോട് ഞാൻ മാച്ച് ചെയ്തു വന്നു. അങ്ങനെ വീക്കിലി ഒരു 3-4 റീലെങ്കിലും ഞാൻ ഇടായിരുന്നു, പോസ്റ്റുകൾ ഇടായിരുന്നു, സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ ഇഷ്ടങ്ങളും ഞാൻ അവിടെ മറക്കാനായിട്ട്, ഞാൻ എന്ന വ്യക്തിനെ മാറ്റി നിർത്തിയിട്ടല്ല, എനിക്ക് പൂച്ചേനെ ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പൂച്ചയുടെ പോസ്റ്റുകൾ റീഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പം എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ആ പ്രോസസ്സ്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഏകദേശം ഇപ്പം നിലവിൽ 46K ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇനി അടുത്ത മാസം ആകുമ്പോഴേക്കും പെട്ടെന്ന് 50K നമുക്ക് കവർ ആക്കാൻ പറ്റും. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യണം, ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണം. യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെയായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ
0 ഫോളോവേഴ്സ് ആയിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴും എനിക്ക് ഏകദേശം 100ൻ്റെ താഴെയാണ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പാറ്റേൺ മനസ്സിലാക്കി, ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി, മലയാളത്തിൽ ക്ലാസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നിട്ട് പഴയ ഓഡിയൻസ് ആയിട്ട് എൻഗേജ് ചെയ്തു. ഇപ്പം നമുക്ക് 200K 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഇതൊന്നും ഇത്ര ഈ ടൈപ്പ് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഞാനൊക്കെ യൂട്യൂബിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പഴയ ബാച്ച് സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ A to Z പെൻസ് ഡ്രോയിങ് കോഴ്സിലെ 2020 നമ്മൾ നടത്തിയ A to Z പെൻസ് ഡ്രോയിങ് കോഴ്സിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസിന് ആ പരിപാടി അറിയാം. കാരണം അവർക്ക് ഞാൻ വാട്സപ്പിൽ വോയിസ് ക്ലിപ്പ് അയക്കുന്ന സമയത്ത് വരെ ഞാൻ വിൽക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ പല വോയിസ് ക്ലിപ്പും മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല ബേസിക്കലി 2020 വരെ കേട്ടോ. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ സംസാരിച്ച് ഇപ്പോൾ ലൈവിലൊക്കെ വന്ന് ഇതുപോലെ സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് ബെറ്റർ ആക്കി എടുക്കുന്നതാണ്. ഓരോ സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്യുന്നതോടും അടുത്ത സ്റ്റെപ്പ് ഈസി ആയിട്ട് കയറാൻ പറ്റും. അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ആദ്യത്തെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 1000 ഫോളോവേഴ്സ് ആയിരിക്കും ബുദ്ധിമുട്ട്. 1000 കിട്ടിക്കഴിഞ്ഞാൽ 2000-ലോട്ട് എത്താൻ ഭയങ്കര ഈസിയാണ്, അടുത്തിലോട്ട് ഭയങ്കര ഈസിയാണ്. അങ്ങനെ ഒരു ബാക്ക് എൻഡിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ. ഇപ്പം ഞാൻ സ്റ്റുഡൻസിൻ്റെ എക്സിബിഷൻ ചെയ്തായിരുന്നു, അറിയാലോ, നമ്മുടെ പഴയ ബാച്ചിനെ വെച്ചിട്ട് ഈ വർഷം ഒരു എക്സിബിഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ എക്സിബിഷൻ ഡേ എന്ന് പറയുന്ന കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് 1-2 ദിവസമായിരിക്കും അതിനുണ്ടായിരിക്കുക. അതൊരു സെലിബ്രേഷൻ പോലെ അത് കഴിഞ്ഞു പോകും. പക്ഷെ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട കാര്യം എക്സിബിഷൻ്റെ ഡേ വരുന്ന വരെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, അതാണ് ഇമ്പോർട്ടൻസ്. മനസ്സിലാവുന്നുണ്ടോ? എക്സിബിഷൻ്റെ ഡേയുടെ തലേ ദിവസം വരെ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നു, നിങ്ങളുടെ സ്കിൽസ് എത്രത്തോളം ഇമ്പ്രൂവ് ആകുന്നു എന്നുള്ളതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുത്താൽ മതി. ഡേ എനിക്ക് കിട്ടുന്നു, അത് നമുക്കൊരു സെലിബ്രേഷൻ പോലെ അങ്ങ് അടിച്ച് പൊളിച്ചങ്ങ് തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവർക്ക് പ്രൈവറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിലോട്ട് പോസ്റ്റ്. കാരണം പലർക്കും സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഫേസ് കാണിച്ച് വീഡിയോ ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് കഥകൾ പറയിപ്പിച്ച് അവരെ കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ വന്ന് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച്. പലർക്കും ആർട്ട് വർക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അറിയില്ല. അത് വലിയൊരു ഇഷ്യൂ ആണ്. ആർട്ട് വർക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാമല്ലോ, നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്താലാണ് പരിപാടി നടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ആർട്ട് വർക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അത് 3 മണിക്കൂർ 4 മണിക്കൂർ നിന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര എളുപ്പത്തിൽ സെയിൽ നടക്കും. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് ഞാൻ അവിടെ കൊടുത്തത് അവർക്ക്. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പതിയെ ചോദിച്ച് ഇതുപോലെ ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനുള്ള സ്കില്ല് പുറത്തേക്ക് വന്നു. പിന്നെ ക്യാമറ നോക്കി സംസാരിക്കുക, അതൊരു സ്കില്ലാണ്. അങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ബാക്ക് എൻഡിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഗോളുകൾ മാറും. ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ എക്സിബിഷൻ്റെ ഹോളിൽ വരുന്ന 10-25 പേർക്ക് ആ ദിവസം കാണാനുള്ള പ്രദർശന വസ്തു അല്ല നമ്മുടെ പെയിൻറ്റിങ്. മനസ്സിലാവുന്നുണ്ടോ? ആ ജേണി, ആ എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 3-4 മാസം സുധീഷ് എന്ന വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും, അവിടെ ഫോക്കസ് കൊടുത്തിട്ട് അങ്ങനെ നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തണമെങ്കിൽ ഇന്ന് മുതൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എഴുതി വയ്ക്കണം. ചിലപ്പോൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആയിരിക്കും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരുപാട് പേരെടുത്ത് പറഞ്ഞ് ഒരുപാട് പേര് ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില പേര് കമ്പനിയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബ്രാൻഡുകളാക്കി മാറ്റിയവരുണ്ട്, ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റെപ്പാണ്, ഇതൊക്കെ ചെയ്യണം ആ സമയമാകുമ്പോഴേക്കും. അല്ലാതെ എക്സിബിഷൻ്റെ തലേദിവസം ഇരുന്നിട്ട് നമുക്കൊരു പേജ് ഉണ്ടാക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇങ്ങനെപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടെൻഷനൊന്നും വേണ്ട. മീറ്റിംഗ് തീരുമ്പോൾ ഒന്നിരിക്കുക, ബുക്ക് എടുക്കുക, ബേസിക് മുതൽ. ഇപ്പോൾ നമ്മൾ 100ാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് ചാടി കയറാൻ പറ്റില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മുടെ വെരി നെക്സ്റ്റ് ഗോൾ. ഇപ്പോൾ ഒരു 3 ഗോൾ പറഞ്ഞല്ലോ, അതിൽ അടുത്ത അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വെരി നെക്സ്റ്റ് ഗോൾ എന്താണെന്ന് ആദ്യം എഴുതുക. അതിലോട്ട് കടക്കാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്ന 1 by 1 ആയിട്ട് എഴുതുക. അത് ചെക്ക് ലിസ്റ്റ് ആയിട്ട് ചെറിയൊരു ബോക്സ് പോലെ എഴുതുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ എഴുതാം. എൻ്റെ ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, വേണ്ട എൻ്റെ ബുക്കാണ്. അതിൻ്റെ അകത്ത് ഇതെല്ലാം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ് ബോക്സ് ഇട്ടിട്ട് എഴുതുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുക. എന്നിട്ട് ഓരോ ദിവസവും അതിൽ എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന എഴുതുക. അപ്പോൾ ഒരു ദിവസം മിനിമം ഒരു 3 ടാസ്ക് നമ്മൾ എഴുതും. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം ചെയ്ത് തീർക്കും. അപ്പോൾ എന്താ ബെനിഫിറ്റ്? നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജോലിയുണ്ട്, ഫാമിലി ലൈഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആസ് എ പേഴ്സൺ നമ്മൾ ഇമ്പ്രൂവ് ആകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു പേഴ്സൺ എന്ന ലെവലിൽ നമ്മൾ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ആലോചിക്കും, ഇന്നലത്തെ വീക്കിലി മീറ്റിംഗിൽ ഏകദേശം 140-ലധികം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എന്നെക്കാളും പ്രായമായിട്ടുള്ള, എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ടീച്ചർ എന്ന ലെവലിൽ ഞാൻ എന്നെ എത്തിയിരിക്കുമ്പോൾ
എനിക്കുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഞാൻ കള്ളത്തരം കാണിക്കാത്തതുകൊണ്ടാണ് വീക്ക്ലി മീറ്റിംഗിൽ വന്നിരിക്കുന്ന സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാവണം, കാരണം ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം യെസ്. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷനും കൂടി ഇതിൻ്റെ പാർട്ടാണ്. ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗോൾ കിട്ടാന്നുള്ളതല്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അത് കിട്ടുമ്പോൾ മനസ്സിലാവും, ഒരു എക്സിബിഷൻ തീരുമ്പോൾ സുധീഷിന് മനസ്സിലാവും ഇതൊന്നും ഇത്ര വലിയ കാര്യമല്ല എന്ന് മനസ്സിലാവും. പക്ഷേ അതിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ ജേണിയിൽ നമ്മളെന്ന വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അവിടെയാണ് കാര്യം നടക്കുന്നത്. അപ്പൊ ഇനി മുതൽ അങ്ങനെ ഒന്ന് റീതിങ്ക്, ഇത് പലർക്കും അറിയില്ല, പല സ്റ്റുഡൻസിനും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ജേണിയിൽ ആ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ വരുത്താം എന്നൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിലോട്ട് വർക്ക് ചെയ്യാം. അടിപൊളിയായിട്ട്. ഇപ്പോൾ ഒരു തീർച്ചയായും. കമ്മീഷൻ വർക്ക് എടുക്കുന്ന ഒരാളാണെങ്കിലും കമ്മീഷൻ വർക്ക് എടുക്കുന്ന സ്റ്റേജിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് ആ വ്യക്തിയിൽ എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് ആ ഒരു ജേണി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള പാറ്റേൺ ഉണ്ടാക്കുക, പ്ലാൻ ഉണ്ടാക്കുക. അങ്ങനെ ഒരു വർക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അടുത്ത വർക്ക് എടുക്കാൻ. നമുക്ക് കൂടുതൽ പ്രൈസിന് അടുത്തടുത്ത് വർക്കുകൾ എടുക്കാൻ, പിന്നെ നല്ല കസ്റ്റമൈസിന്. ഇപ്പം ആലോചിച്ച് നോക്കി, ഇന്നത്തെ വീക്കിലി മീറ്റിങ്ങിൽ ഞാൻ വന്ന് സംസാരിച്ച സമയത്ത് കൃത്യമായിട്ട് എല്ലാവരും എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തു, പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യാൻ സാധിച്ചു. അത് നല്ല സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്, അല്ലാണ്ട് എൻ്റെ കഴിവ് മാത്രമല്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ എന്നെ മനസ്സിലാക്കി എന്നെ റെസ്പെക്ട് ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്. അവിടെ ഞാൻ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ അവരായതല്ല, അവർ വർഷങ്ങളോളം അവരങ്ങനെ ആയി വന്ന് എൻ്റെ കമൻറ്റിലോട്ട് വരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കിക്കോളും. പറയുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ? ഇല്ല ഇല്ല, മനസ്സിലായി. യെസ് യെസ് യെസ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എനിക്ക് മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത്, സുധീഷ് നമ്മുടെ കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള ഹോൾ ഓഫ് ഫെയിം റിവാർഡ് കിട്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് നമ്മുടെ ആക്ഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ റിവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അതിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവാർഡാണ് കോൺഫിഡൻസ് അച്ചീവർ. നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷം കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ പറയും, ഇത് ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോഴല്ല ഇത് കിട്ടുന്നത്. കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് ഒക്കെ സുധീഷ് കംപ്ലീറ്റ് ആക്കി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടൈം ടേബിൾ ഉണ്ട്. ആർട്ട് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 30 ദിവസത്തിൽ 25 ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വീടിൻ്റെ അകത്ത് നല്ലൊരു ഒരു മിനിറ്റ് കേട്ടോ, എനിക്കിവിടെ ഒരു സാധനമുണ്ട്, ഇത് കണ്ടോ? കമ്പ്യൂട്ടറിൻ്റെ. വീടിൻ്റെ അകത്ത് നല്ലൊരു സ്പേസ് ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ കുറേ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനി സുധീഷിൻ്റെ അടുത്ത് എനിക്ക് കേൾക്കാനുള്ള കാര്യം, പുതിയ സ്റ്റുഡൻസ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട് ഡെയിലി. അവരുടെ അടുത്ത് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം എനിക്ക് കേൾക്കാനുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുള്ളത്, കുറച്ച് എലമെൻസിനെ കുറിച്ച് അറിയാനുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ എലമെൻസ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. രണ്ടാമത്തെ കാര്യം വീക്കിലി മീറ്റിംഗ് ആണ്. മൂന്നാമത്തെ കാര്യം പ്രാക്ടീസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത് ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാമല്ലോ. അത് കാണുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ്, പിന്നെ വീക്കിലി മീറ്റിങ്ങിലോട്ട് വന്നിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീൽ എന്താ, കാരണം ഞാൻ ഓരോ വീക്കിലി മീറ്റിങ്ങും ഓരോ തരത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതെങ്ങനെയാണ് ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാനായിട്ട്, കൂടുതൽ കാണാനായിട്ട് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൂടാതെ അതിൻ്റെ അകത്ത് കൂടെ നമ്മളെടുത്ത ആക്ഷൻസ് എന്തൊക്കെയാണ്. ഇത് മറ്റുള്ള സ്റ്റുഡൻസിന്, എൻ്റെ അടുത്ത് അല്ലാട്ടോ പറയുന്നത്, ഇത് മറ്റുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സുധീഷ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുവരെ എടുത്ത ആക്ഷൻസ് എന്തൊക്കെയാണ് ഒന്ന് ഷെയർ ചെയ്തോളൂ. റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞാൻ യൂഷ്വലി കാണുന്നത് ഇന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്. പിന്നെ എനിക്ക് ഓഫീസിൽ ബ്രേക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഞാൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാറുണ്ട്. അത് രണ്ടാണ് ഞാൻ ക്ലാസ് കാണാൻ ഉപയോഗിക്കുന്ന സമയം. ഞാൻ വീട്ടിൽ വന്നാൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ സമയം കിട്ടാറുള്ളൂ. അതുകൊണ്ട് ക്ലാസ് കാണുന്നത് മാക്സിമം ഞാൻ, അതായത് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിലാണ് യൂസ് ചെയ്യാറ്. വീക്ക്ലി മീറ്റിംഗിന്റെ സമയം അത് നിങ്ങൾക്ക് ഓരോരാൾക്കും അവരുടെ ഫ്രീ ടൈം കിട്ടും. അതായത് ചിലപ്പോ നമ്മളെ യൂട്യൂബില് റീൽസ് കാണുന്ന ചെയ്യുന്ന സമയമായിരിക്കും അത്. മുമ്പ് ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരുന്ന സമയമാണ് ഞാനിപ്പോ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് അവർക്ക് ഓരോരാൾക്കും അവരുടെ ടൈം അതിനു വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, തീർച്ചയായും പറ്റും. രണ്ടാമത്തത് വീക്കിലി മീറ്റിംഗ്. വീക്കിലി മീറ്റിംഗ് ശരിക്കും അതൊരു മോട്ടിവേഷൻ ആണ്. നമ്മൾ ഒരാഴ്ച നമ്മൾ ചിലപ്പോൾ വരച്ചുകൊണ്ടിരിക്കും, നമ്മള് വീക്കെൻഡ് ആകുമ്പോൾ ചിലപ്പോൾ എക്സോസ്റ്റ് ആവും, നമ്മള് മടുപ്പ് വരും ചിലപ്പോ. വീക്കിലി മീറ്റിംഗിൽ വന്ന് സച്ചിൻ സാറിന്റെ പ്രസന്റേഷനും സച്ചിൻ സാറ് ഇടുന്ന ഒരു എഫേർട്ട് ഒക്കെ കാണുമ്പോൾ
നമ്മൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് വീക്ക് പുതുതായിട്ട് വരയ്ക്കാൻ അല്ലെ വരച്ചത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തീർച്ചയായും വേണ്ട. അത് മാത്രമല്ല ഒരു കൂട്ടായ്മ, കുറെ ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു ആർട്ട് ലവേഴ്സിന്റെ ഒരു കൂട്ടായ്മയും കൂടെ ആകുമ്പോൾ നമ്മളെ മാത്രമല്ല നമുക്ക് നമ്മുടെ കൂടെ കുറെ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു നമ്മളെ ആ പങ്കാളിത്തമൊക്കെ കാണുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. അത് നല്ലൊരു കൂട്ടായ്മയാണ്. ഇപ്പൊ വീക്ക്ലി മീറ്റിംഗ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ ഞാൻ എന്തായാലും റെക്കോർഡഡ് വീഡിയോ കാണാറുണ്ട്. അതും എല്ലാവർക്കും എല്ലാ വയസ്സും പറ്റിയില്ലെങ്കിലും റെക്കോർഡ് വീഡിയോ എന്തായാലും തീർച്ചയായും കാണണം. അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഇനി ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതിനൊക്കെ മുമ്പ് ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇതിൻ്റെ റെക്കോർഡ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇതിൻ്റെ റെക്കോർഡ് നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് തന്നെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ്ലി കാണാനും ഞാൻ പറയുന്ന പല പോയിന്റും ചിലപ്പോൾ ഇപ്പോൾ മിസ്സായിട്ടുണ്ടാവും, പക്ഷെ അത് നോട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഇപ്പോൾ മനസ്സൊന്നൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇനി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതും കൂടി ഞാൻ നോട്ട് ചെയ്തു. എൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാമല്ലോ. അടുത്തത് എന്തൊക്കെയാണ് പ്ലാൻ ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇത്ര നേരത്തെ സംസാരം കഴിഞ്ഞ സമയത്ത് മനസ്സിൽ തോന്നുന്ന ഐഡിയാസും ഇനി ചെയ്യാനുള്ള സ്റ്റെപ്പുകളും എന്തൊക്കെയാണെന്ന് ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. നെക്സ്റ്റ് ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നത് ഒരു നല്ലൊരു സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് ഒരു മാസ്റ്റർ പീസ് ആർട്ടിന്റെ ലെവലിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രം സ്റ്റാർട്ട് ചെയ്യുക. അതൊരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു വസ്തുവിടെ നമ്മളെ നോർമൽ പ്രാക്ടീസ് ക്ലാസ്സുകൾ, ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ്സുകൾ ഞാൻ A to Z ഒരു 60% ആയുള്ളൂ. അത് കംപ്ലീറ്റ് ആക്കാം. പോർട്രേറ്റ് ക്ലാസ് കംപ്ലീറ്റ് ആക്കാം. അത് രണ്ടുമാണ് നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എക്സിബിഷന് വേണ്ടി ഉള്ള സ്റ്റെപ്പുകളും പറഞ്ഞു. എക്സിബിഷന് വേണ്ടി സ്റ്റെപ്പുകളുണ്ട്, കമ്മീഷൻ വർക്ക് കിട്ടാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇപ്പൊ മനസ്സിൽ തോന്നുന്ന ഐഡിയാസ് മാത്രം ഒന്ന് ഷെയർ ചെയ്താൽ മതി, നമുക്കൊന്ന് കീപ്പ് ചെയ്യാനാണ്. എക്സിബിഷന് വേണ്ടിയിട്ട് അതെന്തായാലും ഇപ്പൊ നമ്മൾ മാസ്റ്റർ പീസ് ആയിട്ട് വർക്ക് തുടങ്ങുന്നുണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്യുക. അത് പിന്നെ ഈ A to Z ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ പീസ് ക്ലാസ് സെപ്പറേറ്റ് ബാച്ച് തുടങ്ങുന്നുണ്ടല്ലോ, അതിന്റെ ലെവലിൽ അതെങ്ങനെ കീപ്പായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വർഷത്തിൽ ഒരു 3 പിക്ചറോ 4 പിക്ചറോ ഒരു മാസ്റ്റർ പീസ് ലെവലിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതാണ് എക്സിബിഷനിലെ മാസ്റ്റർ പീസിലേക്ക് ഉള്ള ചിന്ത. പിന്നെ കീപ്പ് ഓൺ പ്രാക്ടീസ് തന്നെയാണ് നമ്മളെ ആർട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഞാൻ കണ്ടുപിടിച്ചല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയില്ല, നമ്മള് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയത്. ജോലി, ഫാമിലി ഇതൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഒപ്പം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയുണ്ട്? കാരണം പ്രായമായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിലേക്ക് അറിയാലോ. 70 കഴിഞ്ഞ ഒരുപാട് പേര് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ജോലിയുള്ളവർ, തിരക്കായിട്ടുള്ള ജോലിയുള്ളവർ, നേവി, പോലീസുകാരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത്. ഇപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാനുള്ള, ജോലിയുടെ അകത്ത് കൂടെ ഇതെങ്ങനെ മുന്നോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊന്ന് ഷെയർ ചെയ്യാവോ? ജോലിന്റെ അകത്തൂടെ കൊണ്ടുപോകുന്നത് ഒന്ന് ബ്രേക്ക് ടൈംസിൽ വീഡിയോസ് കാണുന്നത്. എന്തായാലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ടൈം അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കാൻ 10-15 മിനിറ്റ്സ് എല്ലാവർക്കും കിട്ടും. ആ 15 മിനിറ്റ്സ് യൂട്യൂബിൽ സാറിന്റെ വേറെ ഒന്നും സ്പെൻഡ് ചെയ്യുന്നതിന് പകരം വീഡിയോ കാണാൻ എന്തായാലും ഉപയോഗിക്കാം. ദിവസം 3 പ്രാവശ്യം ഫുഡ് കഴിക്കുമ്പോൾ 3 പ്രാവശ്യം വീഡിയോ കണ്ടാൽ തന്നെ നമുക്കൊരു 1 hour വീഡിയോ കാണാനുള്ള സമയമായി. അത് അങ്ങനെയാണ് ഞാൻ എന്റെ വീഡിയോ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അത് മാറ്റി വെക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ഞാൻ ചെയ്യുന്ന വെച്ചാല് എന്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 5:30 ഞാൻ ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കും. 5:30 ഡേ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഒരു 6:30 എനിക്ക് ഇവിടുന്ന് ഓഫീസിലേക്ക് പോകണം. 7 o'clock ജോബ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈവനിങ് 7:30 ഞാൻ വീട്ടിലെത്തുക. 7:30 എത്തിയിട്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ 8 o'clock ആവും. 8 to 9 o'clock ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള. ആ സമയത്ത് ഞാൻ വേറൊരു ഡിസ്റ്റർബൻസിനൊന്നും ഇടപെടും. പണ്ട് കുറെ TV കണ്ട് സ്പെൻഡ് ചെയ്ത ടൈമാണ് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അത് 8 to 8:30 ഹാഫ് ആൻ അവർ ഇതിനു വേണ്ടി മാറി. പിന്നെ എല്ലാം റെഡി ടു ഡ്രോ ആണ്. എല്ലാം ടേബിൾ സെറ്റ് ആണ്, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സെറ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് എനിക്ക് ഒരു 5 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ചെയ്യുന്നില്ല. അപ്പൊ ഹാഫ് ആൻ അവർ ഇസ് ഇനഫ്. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി. എല്ലാവർക്കും എത്ര 12 hours ഞാൻ ജോലി ചെയ്യുന്നു. 12 hours ഈവൺ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നു. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന വെച്ചാല് 7 ഈവനിങ് 7 to മോർണിംഗ് 7 ഈ 12 hours വിത്തൗട്ട് സ്ലീപ്പിംഗ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് മോർണിംഗ് ആയാലും 8 to 8:30 സെയിം ടൈം ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഡെഡിക്കേഷൻ വിചാരിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കറക്റ്റാണ്. അതായത് ടൈം നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല, പക്ഷെ ഉള്ള ടൈമിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വന്ന കാര്യം,
ഞാൻ പണ്ട് ഓർഫണേജിൽ ക്ലാസ് എടുക്കുന്ന ഒരു സമയത്ത് IT കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പം എനിക്ക് വീക്കെൻഡ്സിലായിരുന്നു ക്ലാസ്. അന്ന് എനിക്ക് പഠിപ്പിക്കാനുള്ള സ്കില്ല് ഉണ്ടായിരുന്നില്ല. സ്കില്ല് മാത്രമല്ല, പഠിപ്പിക്കാനുള്ള ടോപ്പിക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല, ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, ടോപ്പിക് കണ്ടുപിടിക്കണം, ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന കാര്യം ഈ പറഞ്ഞ പോലെ ലഞ്ച് ബ്രേക്കിന് ഓഫീസിൻ്റെ അന്ന് ഇൻട്രുവ എന്ന് പറഞ്ഞ കമ്പനിയിലാട്ടോ വർക്ക് ചെയ്തിരുന്നത്. ഓഫീസിൻ്റെ ടോപ്പ് ഫ്ലോറിൽ ഏറ്റവും മുകളിലോട്ട് ഓടിപ്പോവും, സ്റ്റെപ്പൊക്കെ കയറി ഓടിപ്പോയിട്ട് ഇതുപോലെ ഫുൾ സ്ലീവ് ഒക്കെ ഇടും. അതായത് ടീച്ചർ എന്ന ലെവലിൽ നമുക്ക് ഒരു ഇത് കിട്ടും, കോൺഫിഡൻസ് കിട്ടുമല്ലോ. ഫുൾ സ്ലീവ് ഇട്ട് ഇൻസെർട്ട് ഒക്കെ ചെയ്ത് എന്നെ കണ്ണടച്ചിട്ട് എൻ്റെ മുമ്പിൽ 30 സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. ഒരുവിധം എല്ലാ ലഞ്ച് ബ്രേക്കിനും വേറെ സ്റ്റാഫ് എംപ്ലോയീസ് അറിയാതെ ക്ലാസ് എടുക്കായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമായിരുന്നു, ഇവൻ എങ്ങടായി പോകുന്നത് ലഞ്ച് ബ്രേക്കിൽ എന്നുള്ള കാര്യം. പക്ഷേ അതൊക്കെ പിന്നീട് റിയൽ ആയിട്ട് ഓൺ ഹാൻഡ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് മാറി. ഞാൻ ആലോചിക്കായിരുന്നു, ആ ടൈം ഞാൻ വേസ്റ്റ് ആയി കളഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സച്ചിൻ ഉണ്ടാവില്ലായിരുന്നു, ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ടീച്ചർ ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെയാണ് ടൈമിന്റെ ഇമ്പോർട്ടൻസ്. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നമ്മുടെ ലൈഫിന്റെ അകത്തുനിന്ന് കണ്ടെത്താൻ പറ്റുക, ടൈം മാനേജ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഒരു ഫ്രീ സ്പേസ്, ഫ്രീ സ്ലോട്ട് കണ്ടെത്തുക. ആ സ്ലോട്ടിന്റെ അകത്ത് നമുക്ക് ഫ്യൂച്ചറിലോട്ട് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് ഫില്ല് ചെയ്യാം. ഡ്രോയിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ പ്രാക്ടീസ് ഫില്ല് ചെയ്യാം. ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ പഠനവും പ്രാക്ടീസും ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ബുക്ക് എഴുതുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത്. ബുക്ക് എഴുതാൻ പ്ലാൻ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേജ് എഴുതി കംപ്ലീറ്റ് ആക്കുക. എക്സിബിഷൻ ചെയ്യാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുക. അതൊക്കെ ചെറിയ ചെറിയ ടൈം സ്ലോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കോഴ്സിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ കോഴ്സ് കാണുമ്പോൾ മനസ്സിലായിട്ടില്ലേ, എൻ്റെ താടി വളരുന്നു, താടി കട്ട് ചെയ്യുന്നു, എൻ്റെ സ്റ്റൈല് മാറുന്നു, കണ്ണട വയ്ക്കുന്നു, ഡ്രസ്സ് മാറുന്നു. ഇതൊക്കെ ശരിക്കും ലോങ് ടൈം പ്രോസസ്സാണ്. 150 വീഡിയോസുള്ള A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ അകത്ത് പല 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 ടൈമിലാണ് വീഡിയോസ് ചിലത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്, എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉള്ളത് വീണ്ടും വീണ്ടും മാറ്റുന്നുണ്ട്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല ചെയ്യുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ എടുത്തിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഒരു ദിവസം 5 മിനിറ്റ് 10 മിനിറ്റ് കിട്ടുമ്പോൾ നമ്മളിരുന്ന് പറയാനുള്ള കാര്യം പറഞ്ഞ് ക്ലിപ്പാക്കി മാറ്റി വെച്ച് അടുത്ത ദിവസം അടുത്തത് അങ്ങനെ ചെറിയ ചെറിയ ടൈം സ്ലോട്ടിൽ ചെയ്യുമ്പോൾ അത് കുറേ ടൈം സ്ലോട്ടുകൾ ആകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് നമുക്ക് ടോട്ടലി ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അതല്ലാതെ സക്സസ്ഫുൾ ആകുന്ന എല്ലാവരും 100% ടൈമും അവരുടെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പാഷന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആൾക്കാരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫാമിലി ലൈഫും നമ്മുടെ ജോലിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പം റെസ്റ്റും ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാനും ടൈം കിട്ടണം, എക്സോസ്റ്റഡ് ആവരുത്. റെസ്റ്റും പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര് പറയുന്ന പോലെ തന്നെ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ്ബ് എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേര്. അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ വെൽനസ്, നമ്മുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. പഠിച്ചു പോകുമ്പോൾ നമുക്ക് പടം വരയ്ക്കാനായിട്ട് നമ്മൾ വേണ്ടേ ലോകത്ത്. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം നോക്കണം, നമ്മുടെ വെൽനസ് നോക്കണം, ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഗോള്. അപ്പോൾ അതിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ പോസ്റ്റ് ഇടുന്ന സമയത്ത്? തീർച്ചയായും നല്ല സപ്പോർട്ടാണ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. യെസ്, ഒരുപാട് സന്തോഷം. വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമുക്ക്? ഇല്ല, ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ അല്ല, പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഒന്ന് നമ്മള് മാസ്റ്റർ പീസ് ആർട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഹോൾ ഓഫ് ഫെയിം. ഇപ്പോൾ ഞാൻ ഇത് ലഭിച്ചതിൽ സന്തോഷം. നെക്സ്റ്റ് ഹോൾ ഓഫ് ഫെയിമിലേക്കുള്ള ഇത് ഞാൻ യാത്ര തുടങ്ങുന്നു. തീർച്ചയായും അടുത്തതും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്ട്രാ കോഴ്സും റിവാർഡൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി അതായത് ഞാൻ ചെയ്യുന്ന കാര്യം ഓരോ ലെവലിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് 1 to 1 ആണ് കിട്ടിയല്ലേ, കുറേ ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യും. ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്നവരുടെ അക്കൗണ്ടബിലിറ്റി ഞാൻ കീപ്പ് ചെയ്യും. നിങ്ങളെ ഞാൻ മോണിറ്റർ ചെയ്യും. വീക്കിലി മീറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഞാനായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾക്ക്, കാരണം സംസാരിച്ചല്ലോ പേഴ്സണലി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗൈഡൻസ് തരാൻ പറ്റും. പിന്നെ കോഴ്സ് എൻ്റെ ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ച് ബാച്ചിലോട്ട് വരുന്ന സമയത്ത് കുറെ കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ അടുത്ത ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ലെവലും കൂടി നമ്മൾ ഇമ്പ്രൂവ് ആവും. അവിടെ ആ സമയത്ത് അതിൻ്റെ അടുത്ത ഹോൾ ഓഫ് ഫെയിമിലോട്ടുള്ള സ്റ്റെപ്പുകളും അതിൻ്റെ കോഴ്സുകളും ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെ, ഗിഫ്റ്റ്, ഫ്രീ എന്നല്ല പറയണ്ടേ, അതൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഗെയിം കളിക്കുന്ന പോലെയൊക്കെ, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്നാലും അതൊരു ഗെയിമായിട്ട് കണ്ടാൽ മതി. അത് ചിലപ്പോൾ മാരിയോ ഗെയിം കളിച്ചിട്ടുണ്ട് പണ്ടത്തെ, ഇങ്ങനെ ചാടി പോകുന്ന. അത് ചാടി പോകുമ്പോൾ ചിലപ്പോൾ മുള്ളു വരും, നമ്മൾ താഴെ വീഴും, വീണ്ടും നമ്മൾ വരും, വീണ്ടും ചിലപ്പോൾ ആമ വരും, ആമ കടിക്കും, താഴെ പോവും, വീണ്ടും വരും. ചിലപ്പോൾ നമുക്ക് പവർ കിട്ടും, നമ്മൾ വീണ്ടും സ്പീഡിൽ ഓടും, ചിലപ്പോൾ ചാടും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ ആ ഗെയിമിൻ്റെ അകത്ത്, അല്ലേ? വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. കൊടിയുടെ അവിടെ എത്തുന്നുണ്ടോ, അടുത്ത ലാപ്പിലോട്ട് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ എത്താൻ വേണ്ടി നമുക്ക് ആ ഒരു പരിശ്രമിക്കുക. എത്തുന്ന സമയത്ത് കിട്ടുന്ന ഓരോ സൂപ്പർ പവറും നമുക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ആക്കി കണക്കാക്കാം.
ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഒരുപാട് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സുധീഷിനും ഇത് കാണാം, റിപ്പീറ്റ് ചെയ്ത് കാണാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും തിങ്ക് ചെയ്യണം. ആലോചിക്കാനായിട്ട് കുറച്ച് ടൈം കൂടുതൽ എടുത്തോളൂ. വീണ്ടും വീണ്ടും തിങ്ക് ചെയ്ത് നല്ലൊരു ബുക്ക്. ഞാനിപ്പോൾ ഈ ബുക്ക് ആക്ച്വലി ഇതിപ്പോൾ ഈ വർഷത്തിൻ്റെ 2ാമത്തെ ബുക്കാണ്. ഞാൻ കാണിച്ചത് ഇത് 300 പേജിന്റെ സംതിങ് എൻ്റെ ബുക്കാണ്. സ്പൈറൽ ബൈൻഡർ ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കുനുകുനാന്നിങ്ങനെ ഡെയിലി എഴുതുന്നത്. അത് നമ്മുടെ ഹാബിറ്റ്. അത് എനിക്ക് ഡെയിലി രാവിലെ ഞാനൊരു 4:30 എണീക്കും. 4:30 എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എഴുതി 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 ഇത് ഡെയിലി ചെയ്യുന്ന സമയത്ത് 100% ഡെയിലി അല്ല. ചില ദിവസങ്ങൾ ഇതിൻ്റെ അകത്ത് ബ്രേക്ക് വരും. പക്ഷെ നമ്മളത് മാക്സിമം പുഷ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും പുഷ് ചെയ്യുക. ഫൈനലി നമ്മൾ റീച്ച് ചെയ്യുക നമ്മുടെ ഗോളിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ലക്കായിട്ട് ഞാൻ കണക്കാക്കാണ് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിലും. ഇനിയും ഒരുപാട് ഹോൾ ഓഫ് ഫെയിമിലോട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻഫർമേഷൻസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സന്തോഷം. ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീക്കിൽ മീറ്റിലോട്ട് നേരിട്ട് കാണാം കേട്ടോ. എന്തായാലും പ്ലാനുകൾ അനുസരിച്ച് മുന്നോട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.